ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല, എന്റെ അനുഭവം ഞാൻ പറഞ്ഞ. എന്റെ നാട്ടിൽ ഉദ്ഹിയ്യത്തിന് പള്ളിയിൽ നിന്ന് പോത്ത് വാങ്ങാൻ വേണ്ടി ഞാനൊരു അച്ചായന്റെ വീട്ടിൽ പോയി. അച്ചായന്റെ വീട്ടിൽ പോയപ്പോ ഒരു പോത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയിരിക്കുന്നു, നല്ല ഇങ്ങനെ നിസ്കാരത്തഴം പോലെ, ഈ കാട്ടുപോത്തിനെ പോലെ നല്ല കാണാൻ രസമുണ്ട്. അപ്പൊ ചോദിച്ചു, അച്ഛാ അത് കൊടുക്കത്തില്ല, അത് നിങ്ങളുടെ ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല എന്ന് അച്ചായൻ പറയാ. അത് ഉദ്ഹിയ്യത്തിന് പറ്റിയതല്ല. അപ്പൊ അതിന്റെ വാലും മുറിഞ്ഞു പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയ അച്ചായ? നല്ലൊരു പോത്തല്ലായിരുന്നു, എന്തേ വാല്? പോത്തെന്ന് പറഞ്ഞാൽ അറിയോ? അപ്പൊ അവിടെ ബീഫ് എന്നില്ല, ഇവിടെ നിങ്ങൾക്ക് തിന്നാൻ പറ്റൂലല്ലേ. അപ്പൊ അതിന്റെ വാലറ്റുപോയി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. അയാൾ എന്നെ അച്ഛാന്നാ വിളിച്ചത്, ഉസ്താദിന്ന് വിളിച്ചില്ല. പറഞ്ഞു, ഇങ്ങടെ ഒരാള് കാണാൻ വന്നു, ഒരു കച്ചവടക്കാരൻ പോത്ത് നോക്കാൻ വന്ന് ഇങ്ങനെ നോക്കി, വില പറഞ്ഞു, പക്ഷെ വില ശരിയായില്ല. അപ്പൊ അവസാനം പോകുമ്പോ പറഞ്ഞു, അച്ചായ വല്ലാത്ത വാലാന്ന് കേട്ടോ, നല്ല രസമുണ്ടെന്ന്. പിറ്റേ ദിവസം അതിങ്ങനെ ഇട്ട് അടിച്ചപ്പോഴത്തേക്ക് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞു. പിന്നെ കാക്ക വന്ന് കൊത്തി അത് അറ്റുപോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരൊറ്റ വാക്ക്. ഇതാ പറഞ്ഞ, ഇതൊന്നും നിസ്സാരമല്ല. കളിയാക്കുന്നവനെ പുറത്തുനിന്ന് കളിയാക്കാനേ പറ്റൂ, അവന്റെ വീട്ടിൽ വരുമ്പോഴേ ഇതറിയൂ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. അല്ലാതെ ഉണ്ടെന്നും പറയണ്ട, ഇല്ലാന്നും പറയണ്ട, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ മതി. ജോലിയുണ്ടോ? അൽഹംദുലില്ലാ. ജീവിത റാഹത്താണോ? അൽഹംദുലില്ലാ. ഇവിടെ ഈ കണ്ണ് പറയുന്ന അത്ഭുതത്തിന്റെ കണ്ണ് നിന്ന നിപ്പിന് വീണു. നബിതങ്ങൾ ചോദിച്ചു, നീ കൊല്ലാൻ നോക്കുവാണോ? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ കണ്ണ് ഐനുൻ ഖാതിൽ, കൊന്നുകളയുന്ന കണ്ണ്. ഒട്ടകത്തെ ചട്ടിയിലെത്തിക്കും, മനുഷ്യനെ കബറിലെത്തിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ.